പിന്നെ ഞാൻ വേറൊരു ഗോസിപ്പാണോ എന്താണെന്ന് അറിയില്ല, പക്ഷെ ഞാനൊരു കാര്യം കേട്ടു. ആർദ്രയ്ക്ക് കല്യാണം കഴിക്കാനായിട്ട് ഇങ്ങനെ നീ കേട്ടില്ല? ഞാൻ കേട്ടു. ഇന്ന് ദേ പെട്ടെന്ന് മേക്കപ്പ് റൂമിൽ എത്തിയപ്പോഴും ആരൊക്കെയോ അവളോട് ചോദിക്കുന്നു എന്താണ് കല്യാണം എന്തായി എന്നൊക്കെ. എന്താണ് കല്യാണം കഴിക്കാൻ ഇത്ര ആഗ്രഹം? കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടുന്നതാണ് കുട്ടിയുടെ വിചാരം? അതല്ല, കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ശ്വാസം എത്ര നാളായി വിചാരിക്കുന്നു, പക്ഷെ പറ്റുന്നില്ല. വീട്ടുകാർ പറഞ്ഞു അവിടെ നിൽക്കും. അതൊക്കെയാണ് ഇവിടെയും പ്രശ്നം, വീട്ടുകാർ സമ്മതിക്കുന്നില്ല. വീട്ടുകാർ സമ്മതിച്ച ഇന്ന് നമ്മളെ കല്യാണം കഴിക്കാൻ റെഡിയാണ്. നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ ഒരുപാട് സുന്ദരന്മാരുണ്ട്, കുറെ നല്ല നല്ല ചെക്കന്മാരുണ്ട്. വേണമെങ്കിൽ ഒരാൾ ഞാൻ ഇപ്പൊ തന്നെ നോക്കി വെച്ചേക്കാം, ഒന്ന് നോട്ട് ചെയ്തോളാം. ഒന്ന് നോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് പോണതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് കല്യാണം നടത്താം. അറ്റ്ലീസ്റ്റ് എൻഗേജ്മെന്റ് നമ്മൾ നടത്താം. അപ്പൊ പറയൂ, കല്യാണത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് മൈൻഡിൽ എന്തൊക്കെയാണ്? ഇന്ന സാരി എടുക്കണം, ഇങ്ങനെ ഒരുക്കണം, മഞ്ജുസ്ത, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ വെറൈറ്റീനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. നമ്മൾ എന്ത് ഇപ്പൊ എല്ലാം അങ്ങനെയാണല്ലോ, എന്ത് രീതിയിൽ വെറൈറ്റി ആക്കാന്നുള്ളതാണല്ലോ. ഒന്നും ചിന്തിച്ചു വെച്ചിട്ടില്ല. മുന്നേ കുറെ ഉണ്ടായിരുന്നു, റെഡ് സാരി എടുക്കണം, റെഡ് കാർപ്പറ്റിൽ വരുമ്പോ അത് പറയണല്ലോ, റെഡ് സാരി എടുക്കണം. സോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ചെക്കനെ കിട്ടിയാൽ മതി. ചെക്കനെ കിട്ടിയാൽ മതി. അയ്യോ, ഐശ്വര്യയുടെ പ്രണയബന്ധം എങ്ങനെ പോകുന്നു? ആ ചെക്കന് സുഖമായിട്ടിരിക്കുന്നോ? നിന്നോട് ആര് പറഞ്ഞു? അർജുൻ എന്ത് പറയുന്നു? അയ്യോ, ചുമ്മാ പറയട്ടെ, വെറുതെ പറയാ. ഞാൻ കൊച്ചുകുട്ടിയാന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇല്ല. ഇത്ര നാളായിട്ട് നിനക്ക് മനസ്സിലായില്ല. എന്നാലും പറയൂ, മനസ്സിലെ ആ പ്രണയം എന്തിനാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് പ്രണയമൊന്നും ഇല്ല, അവരെ കിട്ടണില്ല. എന്ത് ചെയ്തു തന്നെ അവസ്ഥ കിട്ടണില്ല. നമ്മൾ ഇത്രയും ഒരുങ്ങി കെട്ടി ഓരോ ഷോസിലൊക്കെ പോയിട്ട് അതാണ് എനിക്ക് മനസ്സിലാവാത്ത. നല്ല പയ്യന്മാരില്ല കേരളത്തിൽ, അതാണ് നമുക്ക് പറ്റിയ പയ്യന്മാരില്ല. അങ്ങനെയൊക്കെ പറയല്ലോ, വന്ന് അടിക്കൂട്ടോ. എന്തായാലും എന്റെ മനസ്സിലൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആർദ്രയുടെ കല്യാണം വേഗം നടക്കട്ടെ. നമുക്ക് അതിൽ പോയിട്ട് റക്കിട്ട് ഡാൻസ് ഒക്കെ ചെയ്യാനുള്ളതാണ്. ഐശ്വര്യയുടെ പ്രണയം വേഗം പൂത്തൊലയട്ടെ. എനിക്ക് ഏതടി വരുമ്പോ പൂത്തൊലയണല്ലോ, അല്ലാണ്ട് വാടിപ്പോരുതല്ലോ. പൂത്തൊലയട്ടെ. ഞാനുള്ള പ്രണയങ്ങളൊക്കെ എന്ത് ചെയ്യും? ഓ, അത് വേറെ ഉണ്ടോ? എന്ത് ചെയ്യും നമ്മള്? എത്രണ്ണുണ്ട് നമുക്ക് കണക്കെടുക്കാൻ കുറച്ച് പാടാ. പോട്ടെ, നീ ഇങ്ങനെ നടന്നോ, ഇങ്ങനെ കണ്ടുപഠിക്ക്. എന്നോട് എന്താ പറയാനുള്ളത് അത് പറയൂ. നിന്നോട് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം ഒന്നാവണം. അത് ഒരുപാട് നാളത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. അവിടെ വന്ന് ഞങ്ങൾക്ക് ആഘോഷിക്കണം. ഒരാഴ്ച മുന്നേ സ്റ്റേജ് തല്ലി തകർക്കരുത്, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ട്രൈ ചെയ്യാം. ഐഷു പിന്നെ പറയൂ, ഐഷുവിന്റെ ഫാമിലി സപ്പോർട്ടിനെ കുറിച്ച്, ഡാൻസിനെ കുറിച്ചിട്ട് പറയൂ. ഞാനിപ്പോ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാരും അങ്ങനെയാണ് പറയുന്നത്, പക്ഷെ ഞാൻ ബേസിക്കലി ഒരു മടിയല്ല ഷൈ ആണ്. അപ്പം പക്ഷേ എൻ്റെ വീട്ടിൽ അമ്മ അച്ഛനും മാത്രമല്ല, അമ്മ, അച്ഛൻ, അമ്മുമ്മ, അമ്മാവൻ, അമ്മായി, ചിറ്റ, അങ്ങനെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അത് ഞാൻ ഇപ്പോൾ ഒരു ഡാൻസിന് പോകുന്ന ടൈമാണെങ്കിലോ, ആക്ടിങ്ങിന് പോവാണ്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നന്നായിട്ട് ചെയ്യണം, പ്രാർത്ഥിക്കുക, അങ്ങനെ എല്ലാം ചെയ്ത് ഭയങ്കര സപ്പോർട്ടാണ്. അതിനെനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ചില ആൾക്കാർക്ക് അവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും അഭിനയിക്കണം, അല്ല ഡാൻസ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കാം. പക്ഷേ വീട്ടിൽ ചിലപ്പം അവരുടെ അച്ഛൻ പറയും, പിന്നെ അങ്ങനെ ഇപ്പൊ ഡാൻസ് കളിച്ചൊന്നും പോകണ്ട, അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഒത്തിരി പേരുടെ വിഷമം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വിഷമം ദൈവം സഹായിച്ച് വന്നിട്ടില്ല. ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഐശ്വര്യ, അല്ലേ?